പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുമായിട്ടൊരു വിവരം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിന്നിപ്പോൾ ഒരാളെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. കാലിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ പൊതിഞ്ഞ് വെച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാനൊരു ചികിത്സകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു ആണി കൊണ്ട് അത് സെപ്റ്റിക്കായി, അങ്ങനെ കാല് മുറിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിപ്പോൾ പഴുത്ത് ഒരവസ്ഥയിലായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷിച്ചു, നിങ്ങൾ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ 24 വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക ആളുകളും, അതായത് ഷുഗർ പേഷ്യൻസ് ആരും മരുന്ന് കഴിക്കാതിരിക്കുന്നില്ല, പ്രത്യേകിച്ച് അലോപ്പതി മരുന്ന് കഴിക്കാതിരിക്കുന്നില്ല. എന്നിട്ട് ഇത്രയും മരുന്ന് കഴിച്ചിട്ടും കാല് മുറിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെ പഴുത്ത് വ്രണമായിട്ടിരിക്കുന്ന അവസ്ഥകളിലേക്കാണ് ഇങ്ങനെയുള്ള രോഗികൾ എത്തിപ്പെടുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ മരുന്ന് കഴിച്ചിട്ടും പ്രയോജനമില്ലാത്ത രീതിയിലാണ് പ്രമേഹ രോഗികൾ മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ ജനങ്ങൾക്ക് പ്രമേഹത്തെക്കുറിച്ച് ഒരു അവബോധമില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അല്ലാതെ ചികിത്സിക്കാതെ ഇരുന്നിട്ടല്ല. ഒട്ടുമിക്ക ഡയാലിസിസ് പേഷ്യൻസ് ആയാലും കാല് മുറിക്കുന്നവരായാലും എല്ലാം നമ്മൾ നിരീക്ഷിച്ച് നോക്കുമ്പോൾ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഒരു ചികിത്സ ചെയ്യേണ്ട എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളെ മിസ്ലീഡ് ചെയ്യുകയല്ല. നിങ്ങൾ പ്രമേഹം എന്നാൽ എന്താണെന്നും പ്രമേഹത്തെക്കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായ ചികിത്സാ സംബന്ധമായിട്ടുള്ള, ശരീര സംബന്ധമായിട്ടുള്ള അറിവുകൾ നമുക്കുണ്ടാകൽ അത്യാവശ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ രോഗം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. ഈ അറിവില്ലായ്മ കാരണമായിട്ട് നമ്മൾ ചില അബദ്ധങ്ങളിൽ ചെന്ന്, വിശിഷ്യ ചികിത്സാബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ ബദൽ മാർഗങ്ങൾ അന്വേഷിക്കുകയും സത്യസന്ധമായി നിങ്ങളതിനെക്കുറിച്ച് പഠിച്ച് വിലയിരുത്തി നിരീക്ഷിച്ച് സത്യമായ മാർഗം, അത് എല്ലാ മേഖലകളിലും, വിശിഷ്യ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജീവൻ സംരക്ഷിക്കുന്ന ചികിത്സാ മേഖലയിലും ഓരോരുത്തരും തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഒരു അക്യുപഞ്ചർ ചികിത്സകനാണ്. വേണമെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ക്ഷമയോടുകൂടി, മുൻധാരണകളില്ലാതെ മനസ്സിലാക്കാനും പഠിക്കാനും ചികിത്സിക്കാനും ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്.